ഗുരുവായൂർ പോയിട്ട് വന്നാലോ? ഇപ്പോൾ രാവിലെ ഒരു 5:30 തന്നെ ഇറങ്ങി കേട്ടോ, കാരണം 6:10 ട്രെയിൻ. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ വലിയൊരു ക്യൂ നിര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ നേരം 10-15 മിനിറ്റൊക്കെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇതും പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ട്രെയിനിലോട്ട് കയറി. സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. രാവിലെ തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ടൊരു ചായ കുടിച്ച് ഇങ്ങനെ പയ്യെ ട്രെയിനൊക്കെ കയറി ഇരുന്നു. ജസ്റ്റ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് നേരം എന്ത് ചെയ്തു, കുറച്ച് നേരം കിടന്നു, ഒന്ന് ഉറങ്ങി മീൻസ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചപ്പോഴത്തേക്കും തന്നെ നമ്മൾ ഗുരുവായൂർ എത്തിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞാൻ സാധാരണ ഒറ്റയ്ക്കാണ് പോവാറ്, പക്ഷെ ഇപ്രാവശ്യം അമ്മയുടെ കൂടെയാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭൂലോക മടിച്ചികളായതുകൊണ്ട് നടന്നില്ല. നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് അമ്പലത്തിലോട്ട് പോയത്. അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഓട്ടോയ്ക്ക് അങ്ങോട്ട് പോയി. ഓട്ടോയ്ക്ക് പോയിട്ട് നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലോട്ട് കുറച്ച് നടന്നിട്ട് ബാഗും ചെരുപ്പൊക്കെ വയ്ക്കാനുണ്ടല്ലോ, സോ അതൊക്കെ കൊണ്ടുപോയി വയ്ക്കണം. ഞാൻ സാധാരണ എല്ലാ മാസവും മാക്സിമം വരാൻ നോക്കാറുണ്ട് കേട്ടോ അമ്പലത്തിൽ. പക്ഷേ കഴിഞ്ഞൊരു ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വരാനേ പറ്റിയില്ല. അപ്പോൾ പിന്നെ അമ്മ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ കൂടെ അങ്ങ് പോകുന്നതാണ്. അല്ലെങ്കിൽ ഞാനും അമ്മയും സെപ്പറേറ്റ് ആണ് പോവാറ്, കാരണം എനിക്ക് ക്ലാസ്സൊക്കെ ഉള്ള സമയത്തായിരിക്കും അമ്മ പോണത്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഈ ബാഗൊക്കെ വയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ നല്ല ക്യൂ ആണ്. സോ അവിടെ കുറേ നേരം നിന്ന് വെച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് തൊഴാൻ കയറി നിന്നിട്ട് പിന്നെ ഒരു 4.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഒന്ന് തൊഴുത് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ എന്താ മെയിൻ പരിപാടി, ഫുഡും കഴിക്കുക. സോ നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അമ്മ എന്തോ ചില്ലി ഗോബീൻ്റെ ബിരിയാണിയോ അങ്ങനെ എന്തോ, പക്ഷേ എനിക്ക് മെയിൻലി ഊണാണ് ഇഷ്ടം ഈ സമയത്തൊക്കെ. അപ്പോൾ അത് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ഊണൊക്കെ കഴിച്ച് കുഴപ്പമില്ല. ഞാൻ കുറച്ച് എക്സ്പെക്റ്റേഷനിലൂടെയായിരുന്നു കഴിച്ചത്, പക്ഷേ ഓക്കെ പ്രശ്നമില്ലാത്ത ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, പയ്യെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ബസ്സിനാണ് പോയത്. ട്രെയിൻ ഒക്കെ 1:20 അപ്പോഴത്തേക്കും എത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചെന്ത് ചെയ്തു, ബസ്സിനാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അടിപൊളിയായിരുന്നു. ഇന്ന് അധികം തിരക്കില്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റില്ലെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നേനെ. ബസ്സിൽ കയറിയ പിന്നെ പറയണ്ടല്ലോ, ഒറ്റൊരുറക്കം. സോ അത്രേ ഉള്ളൂ. ടാറ്റാ.